നമസ്കാരം, അസ്സലാമു അലൈക്കും. ഞാൻ 21 ഏപ്രിൽ 2026. അപ്പോൾ ജനങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ മുന്നിൽ മരണമല്ലാണ്ട് മറ്റൊരു വഴിയില്ല. നിങ്ങൾ മാത്രമല്ല മരിക്കണം, നിങ്ങളുടെ കൂട്ടകുടുംബങ്ങളെയും കരുതി കൂട്ടി ഇംഗ്ലീഷ് മരുന്നുകാരും നമ്മുടെ സമുദായക്കാരും പറഞ്ഞ് കൊല്ലുന്നതാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. സത്യം ആര് തന്നെയാണെങ്കിലും ശരി, സത്യം എന്ന വാക്ക് ദൈവവചനമാണ്. അതിനെ മറികടക്കാൻ എൻ്റെ കയ്യിൽ വിദ്യയൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം എനിക്ക് എല്ലാവരും കുറച്ച് തൂക്കാനുള്ള തുലാസൊന്നും കയ്യിലില്ല. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളുടെ ഇടയിൽ കിഡ്നിയും വൃക്കയും അതുപോലെ തന്നെ ശ്വാസകോശവും ഹാർട്ടും കംപ്ലൈൻ്റായിട്ട് നിരവധി ആളുകൾ സ്കാനിങ്, ചെക്കിങ്, പ്രിൻറ്റിങ് എന്നൊക്കെ പറഞ്ഞ് നേരം വെളുത്താൽ അനേകമായിരം കോടി ആളുകൾ ആശുപത്രിയിലേക്ക് മണ്ടാണ്. തിരുവനന്തപുരത്ത് ആ ചെക്കിങ് അങ്ങനെ ഉണ്ട്, മദ്രാസിലെ ഈ ചെക്കിങ് ഇങ്ങനെ ഉണ്ട്, സായിബാബയുടെ ആശുപത്രിയിലെ ആ ചെക്കിങ് അങ്ങനെ ഉണ്ട് എന്ന് പറയാം. ഇതൊക്കെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. 4 ലിറ്റർ അരച്ച മരുന്ന് 30 ലിറ്റർ കഷായം ഉപയോഗിച്ചാൽ അത് കംപ്ലീറ്റ് മാറിക്കിട്ടും. അതിൻ്റെ കഷായത്തിൻ്റെ തരം എന്ന് പറഞ്ഞാൽ 3 കോടി രൂപ വരേക്ക് ഇപ്പോൾ കഷായത്തിൻ്റെ രീതികളൊക്കെ ആയില്ല. അതിങ്ങനെ പൈസ കൂട്ടല്ല, ഓരോ സാധനത്തിൻ്റെ വിലയും ചാർജും. കാരണം ചില ആളുകൾ അവരുടെ വീട്ടിൽ നിന്ന് മരം തരില്ല. അപ്പോൾ അത് നമുക്ക് പറ്റുന്ന ചില മരങ്ങൾ ചില വീട്ടിൽ നിന്ന് പറിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെയുള്ള വിലയും കൂലിയും ഒക്കെയാണ്. അതായത് ചില മതിലൊക്കെ പൊളിച്ചിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് JCB കിടക്കാൻ, അല്ലാണ്ട് ആളുകൾ മാന്തിയാൽ നടക്കില്ല. അപ്പോൾ അവർക്ക് കേട് വന്ന ഉപകരണങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് വേണം അവിടുന്ന് അതെടുത്തിട്ട് വരാൻ. മനസ്സിലായില്ലേ? ഈ സാധനം വെച്ചിട്ട് വേണം. ഒരുപാട് ആളുകളുടെ ജീവനായത് കാരണം നമുക്കിതിങ്ങനെയൊക്കെ പറയാൻ സാധിക്കും. അപ്പോൾ അതാണ് ഒരു കാര്യം. അതുകൊണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഈ ക്യാൻസർ എന്ന് പറഞ്ഞ സാധനം, ഈ 2 കിഡ്നിയും കേട് ആയവരും ഡയാലിസിസ് ചെയ്യുന്നവരും അതുപോലെ ആക്സിഡൻ്റ് അപകടം പറ്റിയവരൊക്കെ ഓപ്പറേഷൻ ചെയ്യാണ്ട് 4 മണിക്കൂറിൽ ഇത്തരം ആളുകളെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കും, ഒരു ദിവസം കൊണ്ട്. അതായത് പാമ്പ് കടിച്ച ഒരാളെ പാമ്പ് കടിക്കാതിരിക്കട്ടെ, പാമ്പ് കടിച്ച ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളാരും മരിക്കില്ല. പാമ്പ് കടിച്ചുകൊണ്ട് എങ്ങനെ കടിച്ചാലും മരിക്കില്ല. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ സാധനത്തിനുള്ള മരുന്നും മന്ത്രവും ഉള്ളത് എൻ്റെ കയ്യിലാണ്. ഇത് മറ്റുള്ളവർക്ക് പഠിപ്പിക്കാനും ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ തന്നെ അതിനെക്കൊണ്ട് മലങ്ങിയിട്ടുള്ളത്, എൻ്റെ വീടും സ്ഥലങ്ങളും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. കിഡ്നി, തലച്ചോറ് ചുങ്ങിയ ആളുകൾക്ക് വൈദ്യം ചെയ്തത് കാരണം എൻ്റെ വീടൊക്കെ പൊളിഞ്ഞെടുക്കാൻ. ഇതിൻ്റെ മുമ്പേ 50,000 ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള ഒരു എഞ്ചിനീയറെ പോയി കണ്ടിട്ട് അയാളോട് ചില നിർദ്ദേശങ്ങൾ പറഞ്ഞത് കാരണം എൻ്റെ വീടും വണ്ടിയൊക്കെ കത്തിപ്പോയി. അയാൾക്ക് ഉപകരിച്ചില്ല. ഞാനത് പറഞ്ഞു എന്നത് മാത്രമേ ഉള്ളൂ, പറഞ്ഞത് മാത്രമേ ഉള്ളൂ, ചെയ്തിട്ടില്ല. അപ്പോൾ തന്നെ എനിക്ക് നഷ്ടം വന്നത് 25 ലക്ഷം രൂപയുടെ നഷ്ടമാണ്. നിങ്ങൾ വിശ്വസിക്കില്ലായിരിക്കാം, എന്നാലും നിങ്ങളത് നോക്കണം. ഇത് സത്യം എന്നൊരു സാധനമാണ്, വിഷവൈദ്യമാണ്. അതുകൊണ്ട് ഇതിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ കിടക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര പെട്ടെന്നൊന്നും വരില്ല. നിങ്ങൾ പല കാര്യങ്ങളും നമ്മളിങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ പിന്നാമ്പുറത്ത് നമ്മളിങ്ങനെ കൈ ഇങ്ങനെ പൊടിച്ചിട്ട് ആ സൈഡിലേക്ക് ടോർച്ച് അടിച്ച് നോക്കിയാൽ ഒരു നെതൽ കാണും. ആ നെതൽ പോലെ ഉള്ളൊരു സത്യമാണ് ഞാൻ ഈ പറഞ്ഞത്, വിഷവൈദ്യം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ കിഡ്നി ഡയാലിസിസ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ, ഷുഗർ പരിശോധനാ കേന്ദ്രങ്ങൾ, അതുപോലെ സ്കാനിങ് കേന്ദ്രങ്ങൾ വളരെ പെട്ടെന്ന്, അതുപോലെ ഈ സ്കിന്ന് ചെക്ക് ചെയ്യുന്നവർ, കോട്ടക്കല ആയുർവൈദ്യശാല ഉൾപ്പെടെ ഉള്ളത് കംപ്ലീറ്റ് സൈബർ സെല്ല് വളരെ പെട്ടെന്ന് പോയിട്ട് അത് പൂട്ടണം. അത് വെറുതെ എന്നെ സമാധാനിപ്പിക്കാനല്ല അത് പൂട്ടേണ്ടത്. കാരണം അവർ ജനങ്ങളെ നുണ പറഞ്ഞ് പറ്റിക്കുക. ഒരാളിരുന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് 50 കോടി രൂപ, 50 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ വാങ്ങിയിട്ട് അവർ അന്ന് തന്നെ കൊല്ലുക. എന്നിട്ട് അവരെ മരുന്നിലല്ല അത്, ഇവരല്ല അതിലല്ല ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നുണ പറഞ്ഞ് മാറുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതിപ്പോൾ അതുപോലെ എനിക്ക് കേന്ദ്ര സർക്കാരിനോടൊരു കാര്യം പറയാനുള്ളത്, സൈബർ സെല്ലിന് DGP ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെ സേവനം വേണം. അതിന് വിശദ പരിശോധനയും വേണം.
സൈബർ സെല്ലിൻ്റെ കീഴിൽ ഈ ഇംഗ്ലീഷ് മരുന്നിൻ്റെ അല്ലെങ്കിൽ പഴയ ആയുർവേദത്തിൻ്റെ തട്ടിപ്പ് കേന്ദ്രങ്ങൾ പരിശോധിക്കാനും പിടിക്കാനും വരണം. അപ്പോൾ അതുമായി ആരെങ്കിലും കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ അവനെ ആ കമൻ്റ് ഇട്ടവൻ്റെ വീട് പരിശോധിക്കണം. അതുപോലെ തന്നെ വീട് പരിശോധിച്ചാൽ മാത്രം പോരാ, അവനക്ക് എന്താണ് ജോലി, ഇവനിത് പറയാനുള്ള യോഗ്യത എന്താണ് എന്നൊക്കെ വിശദമായിട്ട് പരിശോധിക്കണം. എന്ത് കാരണത്തിനാണ് ഇവനിത് പറയുന്നത്, അതിന് രേഖയുണ്ടോ എന്നൊക്കെ വൃത്തിയായിട്ട് അറിയണം. രേഖയില്ലാണ്ട് ആര് പറഞ്ഞാലും ശരി, രേഖയില്ലാണ്ട് ആര് പറഞ്ഞാലും ശരി, നിയമം, ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ പാർലമെൻറ്റ് എനിക്ക് സപ്പോർട്ട് ചെയ്യാനൊന്നുമല്ല. ഞാൻ പറയുന്നതിൽ ശരിയുണ്ടെങ്കിൽ അത് അംഗീകരിക്കാനാണ്. ഞാൻ പറയുന്നതിൽ ശരിയുണ്ടെങ്കിൽ. അപ്പോൾ രേഖയില്ലാണ്ട് ഒരാൾക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ കോട്ടക്കൽ ആയുർവേദശാലയുടെയും ഇംഗ്ലീഷ് മരുന്നിൻ്റെയും രേഖ 70-ൻ്റെ മുമ്പ് ഞാൻ വാങ്ങി വെച്ചിട്ടാണ്. എനിക്കറിയാതെ എന്തെങ്കിലും നിങ്ങൾ ചെക്കിങ്ങിന് വരുമെന്ന് അന്ന് ഞാൻ ഊഹിച്ചു. അതാണ് ഞാനത് സ്റ്റോക്ക് വെക്കാൻ കാരണം. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അത് വെച്ചിട്ടാണ് ഞാൻ കേരള ഹൈക്കോടതിയിൽ പോയത്. അത് വെച്ചിട്ടാണ് പിന്നെ പാർലമെൻറ്റിനോട് പല കാര്യങ്ങളും പറഞ്ഞത്. ഇവിടെ ജനങ്ങളെ നുണ പറഞ്ഞ് പറ്റിക്കുകയാണ്. അപ്പോൾ അതെല്ലാവരും കണക്കാക്കണം. അപ്പോൾ സൈബർ സെല്ല് കമൻ്റ് ഇടുന്ന ആളുകൾ, ഇപ്പം ഞാൻ കുറേ പരാതികളൊക്കെ തന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് കാലത്തെ എൻ്റെ ജിമെയിലൊക്കെ കട്ട് ചെയ്തതിൻ്റെ ഡീറ്റെയിലും തന്നിട്ടുണ്ട്. അത് വെച്ച് പരിശോധിക്കണം. എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ കട്ട് ചെയ്തിട്ടാണുള്ളത്. അതിൻ്റെ പിന്നാമ്പുറത്ത് ആരാണ്, അവർക്ക് ഇതുമായിട്ട് എന്താണ് ബന്ധം, പിന്നെ ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരാൾ എത്ര കോടി ആളുകൾക്ക് തൊഴിൽ സ്ഥാപനം കൊടുക്കുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കണം. വലിയ ഉദ്യോഗം വഹിക്കുന്ന IAS IPS അതുപോലെ MBBS ഒക്കെ ഉള്ളവരുടെ കീഴിൽ 10,000 കോടി ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനം കൊടുത്തിട്ടില്ലെങ്കിൽ അവരെ ഈ വിദ്യ പഠിച്ചത് കംപ്ലീറ്റ് തെറ്റാണ്. അവർ സമൂഹത്തിനെയും ഇന്ത്യൻ്റെ ജനാധിപത്യ പ്രക്രിയയും മനുഷ്യ പ്രക്രിയയൊക്കെ അവതാളത്തിലാക്കുന്ന തീരുമാനമാണത്. അതിന് സംശയമൊന്നുമില്ല. അപ്പം ഞാൻ വന്നിട്ട് പറയുന്നത് കണ്ടില്ലേ കറണ്ട് അങ്ങനെ ഉണ്ടാക്കണം. കറണ്ട് ഒരു വീടിന് ചുരുങ്ങിയത് 50 യൂണിറ്റ് കറണ്ട് നിങ്ങൾ OYC കെട്ടാൻ ഇന്നിപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് 43,000 രൂപ നിങ്ങൾ അടക്കണം OYC. അല്ലാണ്ട് നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് കറണ്ട് കിട്ടില്ല. പിന്നെ പട്ടികജാതിക്കാർക്ക് പലതും അവർ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ആ കണക്കിലൊന്നുമല്ല, അത് വേറെയാണ്. അതിൻ്റെ പേരിൽ 43,000 രൂപ നിങ്ങൾ കൊടുക്കുന്നതിന് പകരം 6 ഇരട്ടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് വരെ വെട്ടിവെക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് നിർത്തിയിട്ട് 3 വീടിന് 4 വീടിന് ഇത്തരം സംവിധാനം കൊടുക്കുന്ന കിട്ടിയാണ്. ഇത് മൂലം ഇലക്ട്രിസിറ്റിയെ ഒഴിവാക്കുക എന്ന് മാത്രമല്ല, സ്വയം പര്യാപ്തത നമ്മുടെ നാട് മൊത്തം വരണം. അതിൽ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിൽ ഇത് മാത്രമല്ല, വലിയ വണ്ടികൾ കംപ്ലീറ്റ് ഈ കറണ്ട് ഉപയോഗിച്ച് നമുക്ക് ഓടാനുള്ള സംവിധാനം, 2 ബാറ്ററി സംഘടിപ്പിക്കാം. എന്നിട്ട് ഈ വണ്ടി ഓടുന്നത് ബാറ്ററിയിലേക്കും വണ്ടി ഓടാനും വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും കുറച്ച് ഓടാനും ഈ 2 ബാറ്ററി സഹായിക്കും. അവിടുന്ന് മുകളിലേക്ക് ഉള്ളത് കംപ്ലീറ്റ് വണ്ടി ഓടുന്നതും ഈ സാധനം കംപ്ലീറ്റ് ഈ സാധനമാക്കണം. അതന്നെ 1 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെ കുറഞ്ഞ ബാറ്ററികൾ എടുത്ത് ഫിറ്റ് ചെയ്യാൻ ഉള്ള സമീപനം ഉണ്ടാവണം. അതായത് ഈ ബാറ്ററിയിലെ കറണ്ട് മറ്റൊന്നിലേക്ക് സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനമൊക്കെ കൊണ്ടുവരണം. അപ്പോൾ ഇതൊക്കെ ആവശ്യമാണ്. ഒരു വീടിന് 50 യൂണിറ്റ് കറണ്ട്. ഇതിന് ഷാജഹാനാണ് ഇതിൻ്റെ ആൾ. അപ്പോൾ നമുക്ക് കിട്ടിയാൽ നമ്മൾ എന്തെങ്കിലും ചില്ലറ പൈസയൊക്കെ അത് മാന്തും. അത് ചില്ലറ പൈസയെ മാന്തുള്ളൂ. ഇതിൻ്റെ ടെക്നോളജി ഷാജഹാൻ തന്നെയാണ്. ഇതിൻ്റെ അടുത്ത് വേറെ 2 ഫോണും ഇനിയുമുണ്ട്. അതുപോലെ പുറത്ത് വരണമെങ്കിൽ, അതായത് ഈ പിന്നെ ഞാൻ മുഖ്യമന്ത്രി ആവാണ്ട് ഇതൊന്നും പുറത്തേക്ക് ഞാനിടില്ല. മുഖ്യമന്ത്രി ആയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ വേണമെങ്കിൽ സാധനം പുറത്തേക്ക് ഇടാൻ. മാത്രമല്ല അത് 20 കോടി ആളുകൾക്ക് തൊഴിൽ സ്ഥാപനം എൻ്റെ ഒരു ഭാഗത്തു നിന്ന് മാത്രമല്ല, ബാക്കി ഇനിയും വേറെ ഒരുപാട് ആളുകൾക്ക് ഇനിയുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെ ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യാനുള്ള ആളുകൾ വളരെ പരിമിതിയാവും. അങ്ങനെയാണ് ഈ മിഷനറീസൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അല്ലാണ്ട് ഇന്നത്തെ മലയാളികൾ നിന്നിട്ട് ഈ ഫോണിൽ കൂടെ തോണ്ടിയിട്ട് 10,000 കോടി 8,000 കോടി എന്ന് പറയാൻ നിൽക്കരുത്. അതുകൊണ്ട് സൈബർ സെല്ല് കൃത്യമായി നടപടി എടുക്കണം. സൈബർ സെല്ലിൻ്റെ മുന്നിൽ ഉന്നത ഉദ്യോഗസ്ഥനോ സാധാരണക്കാരനോ എന്നല്ല, കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നാണ്, നുണ പറഞ്ഞിട്ടുണ്ടോ എന്നാണ്, അതിന് രേഖയുണ്ടോ എന്നാണ്. അതിൽ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, ഉദ്യോഗസ്ഥന്മാർ സർക്കാർ ഉദ്യോഗത്തിലിരിക്കുന്ന പിന്നെ പെണ്ണുങ്ങൾക്ക് കുട്ടികളില്ലെങ്കിൽ അത് ഭാരിച്ച കുറ്റമായിട്ട് കാണണം.
മാത്രമല്ല അവരുടെ മുഴുവൻ കൊടുത്ത ശമ്പളമൊക്കെ തിരിച്ചു പിടിക്കണം. ഏത് പെണ്ണായാലും അവരെ ബാക്കിയുള്ളതൊന്നും നോക്കേണ്ട കാര്യം നമുക്കില്ല. നമ്മൾ പിന്നെ ഇവിടെ ജീവിച്ച ഈ മണ്ണിന്, ഞാൻ ചവിട്ടി നിൽക്കുന്ന മണ്ണിന് ദ്രോഹം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഓരോ സൈബറിലെ ഉദ്യോഗസ്ഥരും തീരുമാനിക്കണം. നിങ്ങളൊക്കെ ഉദ്യോഗസ്ഥന്മാരാണ് പറഞ്ഞിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചാൽ പോരാ, അവിടുത്തെ പൊതുജനത്തിൻ്റെ കാര്യങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ അസ്സലാമു അലൈക്കും. സൈബർ സെല്ലിനോടും നാട്ടുകാരോടും ഒരു സോറി പറയാണ് ഞാൻ മനഃപൂർവ്വം കുറ്റം ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പണ്ഡിതന്മാരൊന്ന് കണക്കാക്കണം. എല്ലാ പണ്ഡിതന്മാരും ഒന്ന് കണക്കാക്കണം. നിങ്ങൾ ഹറാമാണ് ചെയ്യുന്നത്. നിങ്ങൾ സംസാരിക്കുന്ന മുഴുവൻ പണ്ഡിതന്മാരും ഡോക്ടർമാരും ജനങ്ങളോട് ഹറാമ് സംസാരിക്കുന്നു, ഹറാമ് ഭക്ഷിക്കുന്നു, ഹറാമ് പ്രവർത്തിക്കുന്നു. ഈ ഹറാമെന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ അധ്വാനിക്കാത്ത മുതലാണ്. മറ്റവരുടെ പോക്കറ്റടിക്കാർ ചെയ്യുന്ന അതേ സമീപനമാണ്. അതായത് പൊന്നാനിയിലെ പോക്കറ്റടിക്കാർ ചെയ്യുന്ന, പൊന്നാനിയിൽ നിന്ന് മാത്രമല്ല, പൊന്നാനിക്കാരെ ഒറ്റക്ക് പറഞ്ഞൊന്നും അല്ലാതെ അങ്ങനെ പല സ്ഥലങ്ങളിലും അവർ ചെയ്യുന്നതിനേക്കാണ് തരം താന്ന പണിയാണ് നമ്മളെ ഇംഗ്ലീഷ് മരുന്ന് ഡോക്ടർമാർ ചെയ്യുന്നത്, നമ്മളെ മതപണ്ഡിതന്മാർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് എല്ലാവരും പിന്നാക്കം തിരിയണം എന്നാണ് എനിക്ക് ഉപദേശം നൽകാനുള്ളത്. മാത്രമല്ല ഇത് കുറ്റമാണ്. ആ കുറ്റക്കാരെ പിടിക്കാതിരിക്കൽ ഹറാമാണ്. പോലീസുകാരെ കുറ്റക്കാരെ ആര് ചെയ്താലും അവർ തെളിവ് നിരത്തിയിട്ട് വേണം പിടിക്കാൻ. അല്ലാണ്ട് വെറുതെ വെറും കയ്യേറ്റ് പോയിട്ട് തന്നെ പിടിക്കാനൊന്നും പറ്റില്ല. ഞാൻ ഈ തെളിവ് പാത്ത് വെച്ച് 70-ന് മുമ്പായി ഇത്തരം തെളിവുകൾ പാത്ത് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ നുണ പറഞ്ഞിട്ട് ആരെയും വഷളാക്കരുത്. എൻ്റെ പേരിൽ നുണ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ രേഖ അവർ വേണം. ഈ മോശം കമൻ്റ് ഇടുന്ന എൻ്റെ വീട് മണിക്കൂർ കൊണ്ട് സൈബർ സെല്ലിൽ കാണണം. മനസ്സിലായില്ലേ? അത് മോശം കമൻറ്റ് എൻ്റെ ഒന്നിന് മാത്രമല്ല, പല കാര്യങ്ങളും നിങ്ങൾക്ക് കാണാം. അതായത് കുറ്റവാസന കണ്ടാൽ വളരെ പെട്ടെന്ന് ഇന്ന് സോഷ്യൽ മീഡിയ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ പരിശോധന അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ജനങ്ങൾ ചെയ്തു തരും. അതുപോലെ എൻ്റെ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഞാനൊരു മുന്നറിയിപ്പ് തരികയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് ഈ കാര്യം വിശദമായിട്ട് പറയണം. അതിൻ്റെ കാരണങ്ങളും പറയണം. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഞാനൊരു കല്യാണ പരസ്യം നൽകിയിരുന്നു. അതിൽ ഉള്ള കുറച്ച് ഇന്ന നുണ പറഞ്ഞ് പരിചയവുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള കാര്യമാണ് ചെയ്തത്. മറ്റുള്ളതൊന്നും ചെയ്യാൻ ഞാൻ തയ്യാറില്ല. അപ്പോൾ അതിലാരാണോ പറ്റിച്ചത് അതിന് മാത്രമല്ല, ഞാൻ എൻ്റെ ഒരു കാര്യമേ പറഞ്ഞു. അതിന് മാത്രം സമാനമായ ചിന്തകൾ ആരൊക്കെ പറ്റിച്ചു. ഇപ്പം നമ്മളെ മുൻ DGP പറഞ്ഞൊരു കാര്യമുണ്ട്. അവർ പ്രായപൂർത്തിയാവാത്ത ഒരു ആണിനെ കൊണ്ട് സെക്സ്ലി ചെയ്തു, അത് കുറ്റമാണ് എന്ന് അവർ തന്നെ പറഞ്ഞു. അപ്പോൾ ആ തുറന്നു പറച്ചിലിൽ ചില കാര്യങ്ങളുണ്ട്. തുറന്നു പറച്ചിൽ കുറ്റമാണെന്നും അതിൻ്റെ സംഭവം അത് ഏത് സമയത്താണ് അത് ഉണ്ടായി, അതിന് സാഹചര്യം എന്താണ് എന്ന് വിശദമായിട്ട് ആ രണ്ടുപേരെയും ചോദ്യം ചെയ്യണം. ശരിക്കും അതാണ് അതിൻ്റെ സംവിധാനം. അതാണ് കാരണം അവർ പറഞ്ഞത് നല്ലൊരു കാര്യമാണ്. മനസ്സിലായില്ല? അത് മോശമാണെന്ന് ചിന്തിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിൽ മോശമായത് ഈ നാട്ടിൽ ചെയ്യുന്നുണ്ട് എന്നൊരു ധാരണയാണ്. അപ്പോൾ ഇതൊക്കെ ഹറാമാണ്. അതായത് നമ്മുടെ ഭാര്യമാരെ പ്രകൃതി വിരുദ്ധമായി ഉപയോഗിക്കുന്നത് ഹറാമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതിനൊരു സംവിധാനമുണ്ട്. അതുപോലെ ഭാര്യമാരോടൊരു കാര്യം പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാർ പറയുന്നില്ലേ ഭർത്താവിൻ്റെ കൂടെയാണ് നിങ്ങളുടെ ചുറ്റുപാട്. സത്യമാണ്. നിങ്ങളെ കൈ കൊടുത്തിട്ട് എൻ്റെ ഭാര്യയാണ് പറഞ്ഞിട്ട് എടുത്ത് നിങ്ങളെ കയ്യും പിടിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ അയാളുടെ പകുതി സ്വയമേധാധികാരമുണ്ട്. അതിന് നിങ്ങൾ അയാളുടെ കൂടെ തന്നെ നിൽക്കണം. അയാളുടെ കാര്യങ്ങൾ ചെയ്യണം. അയാൾക്ക് ഭീഷണി ഉണ്ടാക്കാനൊന്നും പാടില്ല. അതൊന്നും അല്ല ഇതിൻ്റെ ശരി. നേർപകുതിയാണല്ലോ നിങ്ങൾ. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഇണനെ ആക്രമിക്കലോ കൊല്ലലോ അല്ലല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ അത് പ്രത്യേകം ചിന്തിക്കണം. അവരെ ആക്രമിക്കുകയല്ല ചെയ്യേണ്ടത്. അവർ ഏതെങ്കിലും ഒരു കാലത്ത് എന്തെങ്കിലും ഒരു ലെവലുണ്ടാകുമ്പോൾ നിങ്ങളോടൊരു കാരണം ചോദിക്കും സുപ്രീം കോടതി. അപ്പം പറയണം നേർപകുതി എനിക്കുള്ളതാണ്, അത് ഞാൻ ആർക്കും കൊടുക്കുന്നില്ല എന്ന് തീരുമാനിക്കണം. നിങ്ങളാരെങ്കിലും ചിലപ്പോൾ കൊല ചെയ്തേക്കാത്ത എൻ്റെ കുറ്റമല്ല. നിങ്ങളാരെങ്കിലും കൊല ചെയ്യുന്നത് വെച്ചാൽ അത് എൻ്റെ കുറ്റമായിട്ട് നിങ്ങൾ കരുതരുത്. അതല്ല, ഒരിക്കലും അല്ല. ഞാൻ ആ കാര്യമല്ല ഈ പറഞ്ഞു. പക്ഷേ നിങ്ങളെ ഇവിടുന്ന് മരിച്ചല്ലാണ്ട് ഇവിടുന്ന് കൊണ്ടുപോകാൻ സാധിക്കില്ല. എല്ലാ ഭാര്യമാരും മനസ്സിലാക്കണം. ഇതാണ് ഭാര്യ. അതിൻ്റെ പേരിൽ മറ്റുള്ളവർക്ക് ഈ ഭർത്താവിന് വേണ്ടത് നിങ്ങളുടെ ശരീരവും നിങ്ങളുണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണവും നിങ്ങൾ തയ്യാറായി കൊടുക്കുന്ന വസ്ത്രവും. ഭാര്യ ഉണ്ടെങ്കിലാണ് നമ്മൾ രാജാവ്, ഭർത്താവ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് രാജാവ്. അപ്പോൾ ഇത് രണ്ടും അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാണ്. അപ്പോൾ ഒരു ഡൈവോഴ്സ്
കൊണ്ടുവരല്ല പണി. കുട്ടികളുണ്ടാക്കുന്ന നാളത്തെ സമൂഹത്തിന് നമ്മളുണ്ടാക്കുന്ന വാഗ്ദാനമാണ് നമ്മളുടെ കുട്ടികൾ. അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ പറ്റില്ല, ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ 4-5 കാര്യങ്ങൾ അമിത ജോലി ചെയ്യുന്നതാണ് ഭാര്യ. അവരെ ഒരാളെയും മോശപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവർക്ക് നല്ല വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു അനാവശ്യ ചുറ്റുപാടുന്നാണ് സാധനം വരുന്നത്. വേറൊരു പെണ്ണ് സെക്സ് ചെയ്യുമ്പോൾ അവളുടെ ഭർത്താവാണെന്ന് അവളത് പറഞ്ഞാൽ പിന്നെ നിങ്ങളതിൽ തലയിടരുത്. ശ്രമിക്കും.